സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഇന്നത്തെ വി വിറ്റ്നസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗസ്റ്റായിട്ടുള്ള ദേവദാസൻ ഞങ്ങളോടൊപ്പം ബോംബെയിലുണ്ട്. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോട് കൂടെയുള്ളത് പ്രധാനദാസൻ പാസ്റ്റർ സാം ചെന്നിത്തലയാണ്. ഞങ്ങളുടെ ചർച്ചിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുകയാണ്. പാസ്റ്റർ ഞങ്ങളോടൊപ്പം ഈ 2 ദിവസങ്ങളിൽ കടന്നു വന്നു, ശുശ്രൂഷിച്ചു. വലിയ അനുഗ്രഹമായി തീർന്നു. പാസ്റ്ററുടെ ഒരു ഭയങ്കര അനുഭവ സാക്ഷ്യമാണ്. ശരിക്കും ഇന്നലെ ഞങ്ങളുടെ ചർച്ചിന്റെ മീറ്റിങ്ങിലൊക്കെ പാസ്റ്റർ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള അനുഭവ സാക്ഷ്യം. വീൽ ചെയറിൽ വന്ന ആള് സ്റ്റേജിൽ വെച്ച് സൗഖ്യമായി തിരിച്ച് നടന്നുപോയ ഒരു സാക്ഷ്യം എന്ന് പറയാം. അപ്പോൾ ഇതിന് സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുന്നതിൽ പ്രിയപ്പെട്ട സാം ചെന്നിത്തല പാസ്റ്ററെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടെ വെൽക്കം ചെയ്യാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. ഞാൻ പരിചയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു, പക്ഷേ പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം പാസ്റ്ററുടെ വീഡിയോസ് ഒത്തിരി യൂട്യൂബിലുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, പവർ വിഷൻ ചാനലിൽ വന്ന മെസ്സേജസ് ഉണ്ട്. അതുപോലെ തന്നെ മുട്ടങ്കീവറീസ് അപ്പച്ചന്റെ കൊച്ചുമകൻ എന്ന നിലയിൽ എനിക്കൊന്ന് അപ്പച്ചന്റെ ആ ഫ്യൂണറലിലൊക്കെ സമയത്ത് പാസ്റ്റർ പറഞ്ഞൊരു വീഡിയോ ഒത്തിരി വൈറലായതാണ് അല്ലേ. പൊതുവിൽ ഒത്തിരി ആളുകൾക്ക് അറിയാവുന്ന ഒരു പ്രിയപ്പെട്ട ദേവദാസനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത് സന്തോഷമുണ്ട്. പാസ്റ്ററോട് ആദ്യമേ നന്ദി പറയുകയാണ്. പാസ്റ്റർ സാക്ഷി എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണെങ്കിലും ആസാദിക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സമയം തന്നതിൽ. ചെന്നിത്തലയാണോ താമസിക്കുന്നതൊക്കെ? അതോ? ഞാൻ താമസിക്കുന്നത് തിരുവല്ല ആഞ്ഞിലിത്താനം എന്ന സ്ഥലം. ഓ, ശരിയാക്കി. അപ്പൊ ചെന്നിത്തല എന്നുള്ള പേര് നമ്മുടെ ആ കുടുംബത്തിന്റെ വേരുകൾ കിടക്കുന്ന സ്ഥലമായത് കൊണ്ടാണോ? എങ്ങനെയാണ്? ഞാൻ ജനിച്ചത് ചെന്നിത്തല. ശരി. എന്റെ വല്യപ്പച്ചന്റെ നാടാണത്, അവിടെയാണ് ഞാൻ ജനിച്ചത്. അതെ. അങ്ങനെ ഒരു പേരില്ല ആയി. ശരി. അങ്ങനെ വല്യപ്പച്ചൻ കഴിഞ്ഞ വർഷമാണ് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. 2023 ഫെബ്രുവരി മാസം 8-ാം തീയതി. 3 വർഷം കഴിഞ്ഞു. 3 വർഷം. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മമ്മി എപ്പോഴും പറയും, കാരണം മമ്മിയെ സ്നാനപ്പെടുത്തിയത് മുട്ടങ്കീഴ്വീസപ്പച്ചനാണ്. കരുവറ്റ IPC ചർച്ചുകാരാണ് എൻ്റെ മമ്മിയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ആത്മീക ബന്ധം എൻ്റെ മമ്മിയെ സ്നാനപ്പെടുത്തി ആത്മീക പിതാവ് എന്ന നിലയിൽ പ്രിയപ്പെട്ട അപ്പച്ചനുമായിട്ടൊക്കെ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വലിയ ഭാഗ്യം അല്ലേ പാസ്റ്ററെ? സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. ഇതേപോലെ ആത്മീയ പാരമ്പര്യമുള്ള അനുഭവമുള്ള ഒരു കുടുംബത്തിൽ ഒരു തലമുറയിൽ എനിക്കും ജനിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് എൻ്റെ വലിയ സന്തോഷമാണ്. പാസ്റ്റർ പപ്പയും പാസ്റ്ററായിരുന്നു? എൻ്റെ പപ്പ IPCയിലെ പാസ്റ്ററാണ്. 58 വർഷമായി. 3 തലമുറ. 3ാമത്തെ തലമുറ. അതെ. അപ്പം ഈ പൊതുവിൽ ഈ 3ാമത്തെ തലമുറയെ കുറിച്ച് പറയുന്നത് അവര് ലൈൻ ഒന്ന് വിട്ടുപോകുന്നൊക്കെയാണല്ലോ. അതായത് എങ്ങനെയാണ് ഈ പാസ്റ്ററായിട്ട് മാറിയത്? അത് എളുപ്പമുള്ള കാര്യമല്ലെന്നാ എനിക്ക് തോന്നുന്നു. ഞാനും 3ാം ജനറേഷനാണ് കേട്ടോ, പെന്തക്കോസ്തിന്റെ 3ാം ജനറേഷനാ. അങ്ങനെ ഒരു ചെറിയ പ്രായത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ലൈഫില്. കോളേജ് ജീവിതം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഞാനും ലൈൻ വിട്ടു പോയി. ഞാൻ ദുബൈയിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ ആ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. നമ്മളെല്ലാവരെ കുറിച്ചും, അത് എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ ഒരു പർപ്പസും ഡ്രീമും ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മളെ കഴിവില്ല, നമുക്കൊന്നുമില്ല, നമുക്ക് അറിയത്തില്ല, നമ്മളെ ആർക്കും വേണ്ട എന്നൊക്കെ എല്ലാവരും കരുതും. പക്ഷെ അതല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒത്തിരി വലിയ സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ഒരിക്കലും. പാസ്റ്റർ, ഈ ദൈവത്തിൽ നിന്ന് ദൂരെ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച്, ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു, പാസ്റ്റർ മകനായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ചർച്ചിലൊക്കെ റെഗുലറായിരുന്നു. പെന്തക്കോസ്ത് വിട്ടൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ. ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത ജീവിതം, ഒരു പാരമ്പര്യ പുത്തൂരത്ത ഇങ്ങനെ പോവുക. പെന്തക്കോസ്തുകാരൻ ഇന്നും ഉണ്ടല്ലോ അങ്ങനെ ഒത്തിരി പേരുണ്ട്. പെന്തക്കോസ്ത് പേരേ ഉള്ളൂ, പക്ഷെ ദൈവമായിട്ട് ഒരു, അത് സത്യം പറഞ്ഞാല് മറ്റുള്ളവരെ നമ്മൾ കളിപ്പിക്കുകയാണ്. പെന്തക്കോസ്തിന്റെ ലേബലിൽ ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു ജീവിലാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട് പാസ്റ്റർ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ചോദിക്കുക കേട്ടോ, കുഴപ്പമില്ല. കാരണം ഒത്തിരി കേൾക്കാനുള്ള അനുഭവങ്ങളുണ്ട്. പാസ്റ്റർ അനുഭവം കേൾക്കണം. പക്ഷെ അപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തില് ആ കുട്ടിക്കാലത്തൊക്കെ ഉള്ള മറക്കാനാവാത്ത അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ അപ്പച്ചനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ. അപ്പച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ മാതൃകയാക്കുന്ന വിശുദ്ധനാണ് അപ്പച്ചൻ. അപ്പച്ചനിലെ പ്രത്യേകത, ക്വാളിറ്റി എന്ന് പറയുന്നത്
ദ്രവ്യാഗ്രഹമില്ലാത്ത മനുഷ്യനായിരുന്നു. രണ്ടാമത്തെ വിഷയം ഈ അധികാരമോഹം, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമൊന്നും. അപ്പച്ചനും IPC പാസ്റ്റർ ആയിരുന്നു. തുടക്കം മറ്റേ TPM അതെനിക്കറിയാം. TPM വിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് IPC ജോയിൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ പല പാട്ടുകളും TPM ഇരുന്നപ്പോൾ പാട്ടുകൾ എഴുതിയ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചനെ സംബന്ധിച്ച് അതൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ്. പിന്നെ ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ ഉവ്വ തന്നെ, അതിനകത്തൊരു മാറ്റമില്ല. എത്ര പാട്ടുകൾ ഏകദേശം എഴുതിയിട്ടുണ്ടാകും? അപ്പച്ചൻ ഏകദേശം 140ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് അപ്പച്ചന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറെ പാട്ടുകൾ അല്ലേ? കുറെ ഗാനങ്ങൾ. അഴലേടും ജീവിതം അരുവില പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു അതുപോലെ തന്നെ എന്താനന്ദം എനിക്കെന്താനന്ദം, അതുപോലെ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തനെ വാഴ്ത്തി പ്രത്യാശയോടിത ഭക്തരം കൊണ്ടുവരുന്നേ, പിന്നെ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, പിന്നെ കൃപയെ കൃപയെ കൃപയെന്നുള്ള നമ്മൾ തിരുവത്താഴത്തിനൊക്കെ പാടുന്ന ഇങ്ങനെ ഒത്തിരി അനുഗ്രഹിക്കും. അതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പോഴും ജനം ആ ജീവനോടുകൂടി അത് പാടുന്നു. ഇതെല്ലാം പോപ്പുലർ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നും നിത്യഹരിത ഗാനങ്ങൾ നമുക്ക് വിളിക്കാം, എവർഗ്രീൻ. അത് സാധാരണ ഇന്നത്തെ കാലത്തെ പാട്ടുകള് ഒരു 5-6 മാസം ആളുകൾ പാടിയിട്ട് അത് മാറ്റി പുതിയ പാട്ട് വരും. പക്ഷെ ഇതൊക്കെ മലയാള ക്രൈസ്തവ സാഹിത്യ സരണിയിലെ നിത്യഹരിത ഗാനങ്ങളാണ്. അത് കേവലം ഒരു പാട്ടെഴുതുകയല്ലേ, പരിശുദ്ധാത്മാവിനാൽ ജീവിതത്തിന്റെ അനുഭവമാണ്. അനുഭവത്തിൽ ചാലിച്ച പാട്ടുകൾ, അത് മറക്കത്തില്ല. ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത് മറക്കാനാവാത്ത അനുഭവങ്ങൾ അപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ, അങ്ങനെയാണ് ചോദിച്ചു തുടങ്ങിയത്. അപ്പച്ചനുമായിട്ടുള്ള അനുഭവത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 2016 നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ അപ്പച്ചന്റെ അടുക്കൽ പോയിരുന്ന് ഈ വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ഒരു ആൻസർ എൻ്റെ ലൈഫിൽ ഇന്നും എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ആൾക്കാർ നമ്മളെ കുറ്റം പറയുമ്പോഴൊക്കെ നമുക്ക് വിഷമം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പതറി. പക്ഷെ ആ ഒരു കാര്യം ഞാൻ ഞങ്ങളുടെ അപ്പച്ചനോട് പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ച, ഇത്രയും കഷ്ടതയുടെ തീച്ചൂടെ കൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മലം വരെ വായ്ക്കകത്ത് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. വാഴപ്പിണ്ടിയെ ചവിട്ടുന്ന പോലെ നിലത്തിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ പല്ലുകളൊക്കെ അടിച്ച് താഴെ പോയതാണ്, അല്ലാതെ പല്ല് പ്രായപ്പം പറഞ്ഞു പോയതല്ല. അത്ര കഷ്ടത, അതേപോലെ മറ്റുള്ള കുത്തുവാക്കുകൾ, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അപ്പച്ചൻ എങ്ങനെയാണ് അപ്പച്ചൻ ഇങ്ങനെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, മോനെ നീ കാൽവരി ക്രൂശിലേക്ക് നോക്കാം. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത നമ്മുടെ കർത്താവിനെ 80-90% ആൾക്കാർ താഴെ നിന്ന് കുറ്റം വിധിക്കുകയല്ലേ. ആരെങ്കിലും കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കരയുന്നുണ്ട്, പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ഒരു കുറ്റവും ചെയ്യാത്ത കർത്താവിനെ ആൾക്കാർ മുഴുവൻ കുറ്റം വിധിച്ചെങ്കിൽ നമ്മളെ എത്രയധികം കുറ്റം വിധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതൊന്നും നമ്മൾ കാണണ്ട, കേൾക്കണ്ട. നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ കർത്താവിന്റെ മുഖത്ത് നോക്കിക്കണം. എന്നോട് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് പറയുന്നു, നീ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അന്ന് നീ ലജ്ജിതനായി മാറും. അപ്പച്ചന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഉറപ്പതായിരുന്നു. ഒരു മനുഷ്യന്റെ മുന്നിൽ അപ്പച്ചന്റെ ഇല്ലായ്മ പറയത്തില്ല, ഒരു മനുഷ്യനോട് സഹായം ചോദിക്കത്തില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ലോൺ എടുത്തിട്ടില്ല. ഇതൊക്കെ ഒത്തിരി ജീവിത പ്രതിഷ്ഠയായിരുന്നു. മരുന്നെടുക്കാതെ ജീവിച്ചു. ഈ 99.5 വയസ്സ് വരെ മരുന്നെടുക്കാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. ലോൺ എടുത്തിട്ടില്ല, മരുന്ന് എടുത്തിട്ടില്ല. ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മുടെ നൂറ്റാണ്ടിലൊക്കെ പലപ്പോഴും സംഭവമല്ല, ജീവിത പ്രതിഷ്ഠയാണ്. ശരി. ജീവിതത്തിൽ അപ്പച്ചന്റെ വാക്കുകളൊന്നും ഒരിക്കലും മറക്കാൻ വയ്യാത്ത കാര്യം. അതെ. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒരു അപ്പച്ചന്റെ കൊച്ചുമകനായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അനുഭവിച്ചു പറഞ്ഞു. കാരണം പുറമേ ഉള്ളവർ കാണുന്ന ആളല്ലല്ലോ വീട്ടിലെ ഒരു അപ്പച്ചൻ എന്ന് പറയുമ്പോൾ. പുറമേ ഉള്ളവർ സ്റ്റേജിലെ പാസ്റ്ററെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് വീട്ടിലെ അപ്പച്ചനെയാണ്. അപ്പോൾ ശരിക്കും നമുക്കാണ് അപ്പച്ചന്റെ ലൈഫ് ശരിക്കും അറിയാവുന്നതും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്നതും. പാസ്റ്ററെ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഇനിയും സമയം പാസ്റ്റർക്ക് അങ്ങ് തിരികെയാണ്. ഞാൻ ചോദ്യങ്ങൾ നിർത്തുക, കാരണം ഒത്തിരി കേൾക്കാനുള്ളത് കൊണ്ട്. ഫെയ്ത്ത് ഫോമിൽ വളർന്നൊരു അനുഭവമുണ്ട് അല്ലേ? അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഫെയ്ത്ത് ഫോമിൽ വളർന്ന പാസ്റ്റർമാരുടെ മക്കൾക്ക്, പാസ്റ്ററൽ കിഡ്സ് എന്ന് പറയാം, ഉപദേശിയുടെ മക്കൾക്ക് ഇതിനോടൊക്കെ ഒരു വിരക്തിയും ഒരു ഭയങ്കര ഒരു കയ്പിന്റെ അനുഭവങ്ങളൊക്കെ ഉള്ളിൽ കാണും. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാലത്തും പാസ്റ്ററായില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ ജോലി ചെയ്യാം, സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു തിക്താനുഭവങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? തിക്താനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ പപ്പായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഈ ബൈബിൾ എടുക്കുന്നില്ല.
എൻ്റെ അപ്പൻ ചെയ്ത ശുശ്രൂഷ ഞാൻ ഒരിക്കലും ചെയ്യണ്ട. അത് ജീവിതത്തിൽ ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമല്ലായിരുന്നു. ഒത്തിരി തിക്ത അനുഭവങ്ങളും കുറ്റവും അതും ഇതും ഒക്കെ കേട്ട് അന്നത്തെ കാലത്ത് ഒത്തിരി പ്രയാസങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഒരിക്കലും ഇത് വേണ്ട, ഈ ഒരു ലൈഫ് ഇനി ലൈഫിൽ വേണ്ട എന്ന് തീരുമാനിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് റിബല്യനായി മാറി എന്ന് പറഞ്ഞാൽ ചോദ്യം മനസ്സിനകത്ത് അതിങ്ങനെ കിടന്ന് ഇത് ശരിയല്ല എന്നുള്ള ചിന്ത പോലും മനസ്സിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നുപോയത്. പക്ഷെ ആ ദൈവത്തിന്റെ മഹാസ്നേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ദൈവം നഷ്ടപ്പെട്ടു പോകാതെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് കർത്താവ് ഇട്ടുവന്നു, ഈ ബൈബിൾ എടുപ്പിച്ചു. പക്ഷേ എനിക്കുള്ള അനുഭവം നമുക്കൊരു വലിയ അപകർഷതാബോധമാണ്. കാരണം നമ്മുടെ പിതാവ് കർത്താവിന്റെ വേല ചെയ്യുന്നു, ആളുകളുടെ ഒരു പഴി, ഇയാള് മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്ന ഒരു വ്യക്തി, ആളുകളുടെ ഒരു ഔദാര്യം, അവരുടെ ദയാവായ്പിൽ കഴിയുന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ഒരു അപകർഷതാബോധമുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ മോൾ ഒരു ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് അവളോട് ചോദിച്ചു, നിന്നോട് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിന്റെ ഡാഡി എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ നീ എന്ത് ഉത്തരം പറയുന്നു? അവള് ചിരിച്ചോട്ട് പറഞ്ഞു, എന്റെ ഡാഡി മാസ്റ്ററാന്ന് പറയുന്നു പറഞ്ഞു. ഞാൻ വേറെ മാറ്റിയൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ ഞങ്ങളുടെയൊക്കെ തലമുറയില് അതൊരു ഒരു എന്താ പറഞ്ഞ മോശം കാര്യം പോലെയൊക്കെ ചിന്തിച്ച എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റോറി പെട്ടെന്ന് എനിക്ക് പറയാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞിരുന്നു, ഞാൻ മർത്തോമായിലെ അച്ഛന്റെ മോനാണ്. മർത്തോമായിലെ അച്ഛന്റെ അച്ഛന്റെ മോൻ ബഹുമാനിക്കുന്നു, അവരെല്ലാം ബഹുമാനിക്കുന്നു. അച്ഛന്റെ മോനാണ്. പക്ഷെ അത് പൊളിഞ്ഞു. അത് പൊളിയാൻ കാര്യം ഞങ്ങളുടെ ആ സ്കൂളിന്റെ തൊട്ടടുത്ത ജംഗ്ഷനില് ഞങ്ങളുടെ ചർച്ചിന്റെ പരിശോകം വന്നു. ഒരേ കാലത്താണ്. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ പരിശോകം വന്നപ്പോഴത്തേക്ക് അതിന് സ്കിപ്പാകാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ ഫാദർ ഭയങ്കര കർശനക്കാരായിരുന്നു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാത്തും പതുങ്ങിയും വന്നിട്ട് ആ പരിശോകത്തിന് പാത്തിരുന്നു, ആ ഒരു തൂണിന് മറഞ്ഞു നിന്നു. പക്ഷെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടെ പിടിച്ചോടെ വെച്ച് നീ ഇതരുടെ കൂടെ ആണെന്ന് ചോദിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചെണ്ട കൊട്ടിയാണ് എന്നെ ക്ലാസ്സിലേക്ക് പിള്ളേർ ആനയിച്ചത്. അച്ഛന്റെ മോൻ ഉപദേശിയുടെ മോനായിട്ട് മാറി. ടീച്ചേഴ്സോടെല്ലാം പറഞ്ഞു, സാറേ സാമുവേല് ഉപദേശിയുടെ മോനാണ്, അച്ഛന്റെ മോനല്ല. അന്നുണ്ടായ ആ ഒരു മാനഹാനി എന്ന് പറഞ്ഞാൽ ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു പരിശോകത്തിന് പാത്ത് നിന്ന് എന്നെ കൊണ്ട് കർത്താവ് 2000-ലധികം പരിശോകത്തിൽ പ്രസംഗിപ്പിച്ചു. അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര പരിശോകത്തിന് പാത്ത് നിന്ന് എന്നെ കൊണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ പ്രസംഗിക്കാത്ത ടൗണുകളില്ല, പ്രസംഗിക്കാത്ത ഗ്രാമങ്ങളില്ല. ദൈവം എന്നെ ഓടിച്ചിട്ട് പ്രസംഗിപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞത്. ഈ ബൈബിൾ എടുക്കത്തില്ലെന്ന് പഠിപ്പിച്ചില്ലേ ദൈവത്തിന്. ഞാൻ പ്രേക്ഷകരോട് പറയുക, നമ്മുടെ സാം പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഫിനോമിനോൺ ഇന്ന് ഒത്തിരി ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം, അത് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഒക്കെ ഒത്തിരി ആത്മഹത്യകൾ നടക്കുന്ന ഒരു കാലത്ത് 10,000-ലധികം ആളുകൾ ആത്മഹത്യയുടെ പ്രേരണയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന്റെ ദാസൻ ഉപയോഗിച്ചു. സാധാരണ ആരും ചെയ്യാത്തൊരു ശുശ്രൂഷയാണ്. അത് വലിയൊരു ചരിത്രമാണ്, ഒരു ജീവിതാനുഭവമാണ്. ആ കഥ മുഴുവൻ കേൾക്കണം പാസ്റ്ററെ. അതുകൊണ്ട് ഇനി സമയം അങ്ങ് തരികയാണ്. ചെറിയ പ്രായം മുതലുള്ള എല്ലാ അനുഭവങ്ങളും പാസ്റ്റർക്ക് പറയാം. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. എൻ്റെ വലിയ ദീർഘമായ സാക്ഷിയാണ്. വളരെ ചുരുക്കമായിട്ട് ഞാൻ ഈ സാക്ഷ്യം പറയാം. ഞാൻ ഒരു പാസ്റ്ററുടെ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അത് സാധാരണ ഒരു സാക്ഷിയൊക്കെ നിങ്ങൾ പല ചാനലിൽ കൂടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഞാൻ ദുബൈയിലേക്ക് 1995-ലാണ് യാത്ര തിരിക്കുന്നത്. അതിനുശേഷം 2002-ലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. എൻ്റെ ഭാര്യയുടെ പേര് റീന സാം. എനിക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി തന്നു. മോന്റെ പേര് ഫെയ്ത്ത് സാമുവൽ, രണ്ടാമത്തെ മോളുടെ പേര് പ്രേസി ജില സാമുവൽ, മൂന്നാമത്തെ മോള് ഡിറ്റ്സ ഒസാന സാമുവൽ. 3 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ദുബൈയിലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചത് അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ 2004-ലാണ് ഒരു ബിസിനസ് ഞങ്ങൾ ദുബൈ പട്ടണത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഷിപ്പിംഗ് ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനി കർത്താവ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഇടയാക്കി തീർത്തു. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. മറ്റുള്ള മുന്നിൽ പെന്തക്കോസ്ത് എന്നുള്ളൊരു പേരുണ്ടെങ്കിലും ദൈവമായിട്ട് വ്യക്തിപരമായി ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു.
അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ഓരോ ദിവസം ചെല്ലും തോറും പണം സമ്പാദിക്കണം. പിതാക്കന്മാർ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാൻ പാടില്ല. ഇതൊന്നും ദൈവികമല്ല. ഇതൊക്കെ എന്താണ്? ഇതാണോ ദൈവികം? ദൈവം കഷ്ടപ്പെടുത്തുന്നവനാണോ? ദൈവം എന്ന് പറയുന്നത് ഇതാണോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയി എന്നെ കർത്താവ് പല പ്രാവശ്യം ദൈവദാസന്മാരിൽ കൂടെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും ഞാൻ പിന്തിരിയാൻ തയ്യാറായില്ല. എൻ്റെ മനസ്സിനകത്ത് കഠിനപ്പെട്ടൊരു ഹൃദയമുണ്ടായിരുന്നു. ഞാൻ ഈ പെന്തക്കോസ്തിന്റെ എല്ലാം കണ്ടു വളർന്നത് കൊണ്ട് എൻ്റെ ഹൃദയം കഠിനമായിരുന്നു. ഇതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് 3 എൻകൗണ്ടറിൽ കൂടെയാണ് ദൈവത്തിന്റെ പിടി എൻ്റെ മേൽ വന്നത്. ദൈവം ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടിരുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ, ഹാനി വരാതാണ് ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു മരത്തെ കയറി കഴിഞ്ഞാൽ അവനെ കുത്തി നമ്മൾ താഴെ ഇടുവോ? ഇല്ല. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് നമ്മൾ ആ രീതിയിലൊക്കെ അവനെ പതുക്കെ താഴെ ഇറക്കും. എന്നിട്ട് ഇറക്കിയിട്ടൊരു അടി നമ്മൾ കൊടുക്കും. അത് ശരിയാണ്. പക്ഷെ ഇതേപോലെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയ എന്നെ കർത്താവ് പടിപടിയായിട്ട് താഴെ ഇറക്കി കൊണ്ടുവന്നു. 1ാമത്തെ എൻകൗണ്ടർ ചർച്ചിനകത്ത് വെച്ചായിരുന്നു. ദൈവം എന്നെ അടിച്ച് താഴെയിട്ട്, ഞാനെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലെങ്കിൽ അംഗീകരിക്കാത്ത, ഞാൻ വചനം അനുസരിക്കാത്ത, ഞാൻ പ്രവചനം ഏറ്റെടുക്കാത്ത, ഞാൻ ദൈവത്തിന്റെ നേരിട്ടുള്ള ശബ്ദം കേട്ടാണ് ഒരു ഫസ്റ്റ് എൻകൗണ്ടർ ഞാൻ ദൈവത്തിനെ സമർപ്പിക്കുന്നത്. ആ സമർപ്പണത്തിന് ശേഷം 2ാമത്തെ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നുകൂടെ എന്നെ അടുപ്പിക്കണം, എന്നെ കൊണ്ട് ദൈവത്തിന് ഈ വചനം എടുപ്പിക്കണം. അതുകൊണ്ട് 2ാമത്തെ എൻകൗണ്ടർ ഞാൻ ആശ്രയിച്ച, ഞാൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന എൻ്റെ കമ്പനിയെ ദൈവം അടിച്ച് തകർത്തു. ഒരു മനുഷ്യനും തകർക്കാൻ വയ്യാത്ത രീതിയിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ അടി അതിന് മേൽ വീഴുന്നത്. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത രീതിയിൽ ആ വിഷയങ്ങൾ വന്നു. അങ്ങനെ ഭീമമായ കടബാധ്യത ഉണ്ടായി, കേസുകളായി. അതിനുശേഷം അവിടുത്തെ ജയിലിൽ എന്നെ അടച്ചു. ആ ജയിലിനകത്തോട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു എന്നെ ആരെങ്കിലും ഒക്കെ ഇറക്കാൻ വരുമെന്ന്. പക്ഷെ ആരും ഇറക്കാൻ വന്നില്ല. അതും ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം എന്നെ വെളിപ്പെടുത്തി തരികയായിരുന്നു. എടാ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നിന്നെ സഹായിക്കാൻ കാണത്തില്ല, ഒരു മനുഷ്യന് നിന്നെ രക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നാണ് ആ ജയിലിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഭീമമായ കടബാധ്യതയുണ്ട്. ഇതൊക്കെ ആര് തീർക്കും? അതിനും ദൈവം ആളെ അയച്ചു. ഞാൻ ഒരിക്കൽ പോലും കാണാത്ത ഒരു കോടീശ്വരനായ മനുഷ്യനെ അയച്ചിട്ടാണ് എൻ്റെ ഭീമമായ കടബാധ്യതയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ദൈവത്തിന്റെ വചനം എടുപ്പിക്കാൻ വേണ്ടി ദൈവം എന്നോട് സംസാരിക്കാൻ ആരംഭിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജീവിതകാലത്ത് ഈ വചനം എടുക്കത്തില്ല. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ വചനം എടുക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് എന്നെ കൊണ്ട് ഈ വചനം എടുപ്പിക്കണം. അങ്ങനെ 2016 ജനുവരി മാസം ദൈവത്തിന്റെ ലാസ്റ്റ് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യൻ, ഓടി നടക്കുന്ന മനുഷ്യന്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ കരം എന്നെ തൊട്ടു. ആ മെയിൻ റോഡിൽ വെച്ച് പെട്ടെന്ന് എനിക്ക് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. സാധാരണ ഇയർ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ ഭൂമി കറങ്ങുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഞാൻ ഭൂമി കറങ്ങുന്നതല്ല കണ്ടത്. ആ ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡിൽ ഞാൻ കിടന്ന് കറങ്ങി എൻ്റെ കാല് കയറ് പിരിയുന്ന പോലെ ട്വിസ്റ്റ് ആയിട്ട് വലത് കാല് 2ആയിട്ട് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയി, ഒടിഞ്ഞ്. ഉടൻ തന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അതിനുശേഷം പോലീസ് ആംബുലൻസ് വന്ന് എന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ, ഓപ്പറേഷൻ നടന്നു. 2 സൈഡിലും ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ട് 14 സ്ക്രൂ ഈ സൈഡിൽ, 14 സ്ക്രൂ ഈ സൈഡിലിട്ട് എൻ്റെ കാല് ഫിറ്റ് ചെയ്തു. ഏറ്റവും നല്ല ഫിക്സിങ്, ഏറ്റവും നല്ല ഡോക്ടറാണ് എന്റെ ഫിക്സിങ് ചെയ്ത്. പക്ഷെ അന്ന് രാത്രി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കർത്താവിനോട് പറഞ്ഞു, ഞാനാണ് നിന്നെ തൊട്ടത്. എൻ്റെ പദ്ധതിയിലേക്ക് നീയും നിന്റെ കുടുംബം വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും നിന്നെ സൗഖ്യമാക്കാൻ കഴിയില്ല. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഞങ്ങൾ നിന്നെ എഴുതിപ്പിച്ച് നടത്തുമെന്ന. അതൊക്കെ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം കർത്താവ് അടിച്ച് നശിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൊട്ടല്ലാതെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ സൗഖ്യമാക്കാതെ നീ നടക്കത്തില്ല. എൻ്റെ ദൈവമക്കളെ, ആ വാക്കിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത് 3 മാസം കഴിഞ്ഞിട്ടാ. ഡോക്ടേഴ്സ് പലരും പരിശ്രമിച്ചു നോക്കി എൻ്റെ കാലൊന്ന് ബലം പ്രാപിക്കാൻ, എന്ന് പറഞ്ഞാൽ സ്പർശന ശക്തി ഇല്ലാതായി പോയി. ഈ കാല് ജോയിന്റ് ആകുന്നില്ല. അവർ 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വീൽ ചെയറിലേക്ക് മാറ്റി. പ്രിയ സുഹൃത്തുക്കളെ, ഓടി നടന്ന ഞാൻ മുറിക്കകത്തുനിന്ന് ഒരു കോണറിൽ നിന്ന് മറ്റേ കോണറിലേക്ക് പോകണമെങ്കിൽ എൻ്റെ വൈഫിന്റെ ഹെൽപ്പില്ലാതെ, അവൾ കാലിൽ ഇഞ്ചസ് ഇട്ട് ടൈറ്റ് ചെയ്ത് അല്ലെ കാലനങ്ങാത്ത രീതിയിൽ ആക്കിയിട്ട് വേണം ഒരു വീൽ ചെയറിലേക്ക് എന്നെ മാറ്റിയിരുത്താൻ. അവൾ വേണം എന്നെ കൊണ്ടുവന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകുവാൻ. അവൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വാഷ്റൂമിൽ കൊണ്ട് എൻ്റെ എല്ലാ പ്രഭാത കൃത്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ജോലിക്ക് പോകാൻ.
വൈകിട്ട് 5:30 ശേഷം പ്രിയ വാത്സല്യ സഹോദരി വന്നിട്ട് വേണം എനിക്ക് വാഷ്റൂമിൽ പോകാൻ. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. എന്റെ മനസ്സിലേക്ക് നിരാശ കയറാൻ തുടങ്ങി. കർത്താവേ, എന്താ ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്? ഏതു മനുഷ്യനും നിങ്ങൾ ചിന്തിച്ചോളം, എത്ര വലിയ പുള്ളിയാണെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നിരാശ പിശാച് കൊണ്ടിടും. ആ നിരാശ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. രക്തസ്രാവക്കാരിയ സഹോദരിയിൽ അവൾ ഏറ്റവും പരവശയായി. അത് ലാസ്റ്റ് സ്റ്റേജ് കിട്ടും. ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്നിൽ യേശുവിനെ കണ്ടോണം, അല്ലെങ്കിൽ അവൻ സൂയിസൈഡിലേക്ക് പോകും. ഏറ്റവും പരവശയായി ആ സ്റ്റേജ് എന്ന് പറയുന്നത് ആരും സഹായിപ്പാനില്ല. ജീവിതത്തിൽ എല്ലാ പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ എങ്ങനെ എത്ര നാൾ ജീവിക്കും? പരസഹായമില്ലാതെ വാഷ്റൂമിൽ പോകാൻ വയ്യാത്ത അവസ്ഥയിലായ ഞാൻ എന്താ പിന്നെ എനിക്ക് പ്രത്യാശയുള്ളത്? ഞാൻ പറഞ്ഞു, കർത്താവേ മതിയപ്പച്ച മതി, എനിക്കിനിയും ജീവിക്കണ്ട, എന്നെ എടുത്തോ കർത്താവേ എന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞപ്പോൾ, അന്ന് ആരുമില്ലാത്ത സമയത്ത് ആ മുറിക്കകത്തൊരു ശബ്ദം ഞാൻ കേട്ടു. മകനെ, കരയണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും, ഞാൻ നിന്നെ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ആ ദൈവത്തിന്റെ ശബ്ദത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നടക്കണോ അപ്പ? എനിക്ക് അപ്പന് വേണ്ടി പ്രവർത്തിക്കണം അപ്പ. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും എന്റെ കുടുംബവും യേശുവിന് വേണ്ടി. പ്രിയ സുഹൃത്തുക്കളെ, 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ഞാൻ എന്റെ കുടുംബവും ദുബായ് പട്ടണത്തോട് ബൈ പറഞ്ഞു. അന്ന് വീൽ ചെയറിലാണ് ഞാൻ. ആ വീൽ ചെയറിൽ എന്നെ അല്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് കയറ്റി വളരെ പാടുപെട്ട് ഇറക്കി തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ, ചിന്നത്തലയിലാണ് ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത്. എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ കാല് 2 കാലിന്റെ വലുപ്പമായി. അത്ര നീര് വെച്ചു. 1 കിലോ വെയിറ്റ് പോലും എന്റെ കാലെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഹല്ലേലൂയ, വളരെ ഹല്ലേലൂയ കഷ്ടപ്പെട്ട് ആ വീടിനകത്ത് എന്നെ കൊണ്ട് ബെഡിൽ പിടിച്ചിരുത്തി. ഞാൻ എന്റെ ബൈബിൾ എടുത്ത് കൈവച്ചിട്ട് ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ ശബ്ദം കേട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമായി, എന്റെ പ്രിയപ്പെട്ട സഹോദരിയുമായി ആരെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല. ഞാൻ എന്റെ കർത്താവിന്റെ മുഖത്തെ നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. ലോകത്തിൽ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. സഹായിക്കാമെന്ന് പറഞ്ഞതൊക്കെ മാറിപ്പോയി. എന്നാൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ മുഖം നോക്കി ഞങ്ങൾ വന്നിരിക്കുകയാണ്. എനിക്ക് എഴുന്നേറ്റ് നടക്കണം. ഞാൻ വീൽ ചെയറിൽ പ്രസംഗിക്കത്തില്ല, എനിക്ക് എഴുന്നേറ്റ് നടക്കണം. എന്റെ കർത്താവ് അന്ന് രാത്രി പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. അത് ഈ മുറിക്കകത്ത് വെച്ചല്ല, ആൾക്കാർ കാണുക, പബ്ലിക്ക് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. പ്രിയ ദൈവമക്കളെ, അതേ വരുന്ന ഞായറാഴ്ച ഞാൻ സഭായോഗത്തിൽ കൂടുന്ന IPC പ്രയർ സെന്റർ തിരുവല്ലയാണ്. ഞങ്ങളുടെ പാസ്റ്റർ രാജു പൂവക്കാലയാണ്. അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ട് പറഞ്ഞ, സമയം മീറ്റിങ്ങിന് വരണം, അല്ലെങ്കിൽ കാല് വയ്യാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കരുത്, മീറ്റിങ്ങിന് വരണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നിർബന്ധത്താൽ ഞാൻ മനസ്സോടാണെങ്കിലും ആ മീറ്റിങ്ങിന് വന്നൊരു സൈഡിൽ വന്നിരുന്നു. എന്റെ ക്രച്ചസ് വെച്ചാണ് ഞാൻ അവിടെ വന്നിരുന്നത്. എന്റെ കാലിന് അതികഠിനമായ വേദനയുണ്ട്. കർത്താവ് ദാസ് പറഞ്ഞു, അല്പസമയം വചനം സംസാരിക്കണം. ഞാൻ അല്പസമയം വചനം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റിട്ട് സഭയോട് പറഞ്ഞു, എല്ലാവരും എന്റെ നേരെ കൈനീട്ടണം, നമുക്ക് ഒരുമിച്ച് സാമിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, 1000-ഓളം വിശ്വാസികൾ ഞങ്ങളുടെ സഭയിലുണ്ട്. ഈ 1000 പേരും എന്റെ നേരെ കൈനീട്ടി. ദൈവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആഹാബിന്റെ രഥത്തിന്റെ മുന്നിൽ ഏലിയ ഓടിയതുപോലെ ഈ ദൈവദാസൻ ഓടും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ സഭയെ ഒരുമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഹല്ലേലൂയ അദ്ദേഹം മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആശീർവാദം പറയാൻ പോവുകയാണ്. അപ്പോൾ എന്നെ 2 ദൈവദാസന്മാർ വന്ന് പിടിച്ചു ഹെൽപ്പ് ചെയ്തു. ക്രച്ചസിൽ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചു, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു. 3ാമത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കാലുകുത്തി നടക്കുക. ദൈവമക്കളെ, ഡോക്ടേഴ്സ് എനിക്ക് വിധി എഴുതിയിരിക്കുന്നത് 1 കിലോ വെയിറ്റിൽ കൂടുതൽ ഈ കാലിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ കാലിലെ സ്ക്രൂ പൊട്ടിപ്പോകും, പിന്നൊരു റിപ്പയറിംഗ് ഇല്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. അതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, പിശാച് പലവട്ടം എന്നെ കാര്യം ഓർപ്പിച്ചെങ്കിലും ഞാനത് തള്ളിക്കളഞ്ഞിട്ട് എന്റെ ദൈവം പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ച് എന്റെ കാല് വിശ്വാസത്തോടെ നിലത്ത് കുത്തിയ സമയം ഒരു അത്യന്ത ശക്തി എന്റെ കാലിലേക്ക് വ്യാപരിച്ചു. 11 kV ലൈനെ തൊട്ടാൽ എങ്ങനെ ഒരു മനുഷ്യനാവുമോ അതിനേക്കാൾ ഉപരിയായി ഒരു അത്യന്ത ശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഓൺ ദ സ്പോട്ടിൽ എന്റെ കാലുറച്ച് ആ സ്റ്റേജിൽ എന്റെ ക്രച്ചസ് പൊക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുവാൻ തുടങ്ങി. ആ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. അത് ആ സഭയ്ക്കകത്തോട്ട് വ്യാപരിച്ചു. അനേകരന്ന് ഞങ്ങളുടെ സഭയ്ക്കകത്ത് സൗഖ്യമായ ദൈവമക്കളെ, എന്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. രാവിലെ 7:30 എന്റെ വണ്ടി ഓടിക്കുന്ന അച്ചായനും എന്റെ വൈഫ് കൂടെ എടുത്താണ് എന്നെ കാറ് കയറ്റിയതെങ്കിൽ ഉച്ചയ്ക്ക് 1:30 ഞാൻ നടന്നാണ്
വീട്ടിൽ കയറിയത്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവം. ഇതെങ്ങനെയാണ് സാധിച്ചെന്നറിയാമോ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ അവിശ്വാസത്തോടെ അറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാത്തത്, പല അത്ഭുതങ്ങളും പെൻഡിങ് കിടക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണോ? അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് പാസ്റ്റർ സാം ചെന്നിത്തല അന്ന് ആ വിശ്വാസത്തിന്റെ വാക്കിന്റെ മുന്നിൽ, ആ പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ മുന്നിൽ ഞാൻ സ്റ്റെപ്പ് വെച്ചില്ലായിരുന്നെങ്കിലോ? നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിക്കുന്നറിയാമോ? ആ ക്രച്ചസും കുത്തിക്കൊണ്ട് ഞാൻ അവിടെ പോയി ചെയറിലിരിക്കും. അതിനുശേഷം സാം ചെന്നിത്തല ഇന്നും വീൽ ചെയറിൽ ഇരുന്ന് പ്രസംഗിക്കും. എന്നിട്ട് എന്തു പറയും? ദൈവമക്കളെ, ദൈവം എന്നെ അടിച്ചു, ദൈവം എന്നെ ശിക്ഷിച്ചു, ഞാൻ വീൽ ചെയറിൽ ഇരുന്ന് പ്രസംഗിക്കുക എന്ന് പറയത്തില്ലേ? ദൈവത്തിന് നാമത്തിന് മഹത്വം ലഭിക്കുമോ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ യേശു സർവശക്തനായ ദൈവമാണ്. എത്ര ചീഞ്ഞുപോയ അനുഭവത്തെയും അത് ജീവൻ പ്രാപിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഡോക്ടർമാർ എന്തും വിധി എഴുതരുത്. നിങ്ങളുടെ വിധി എഴുതട്ടെ. നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക ഡോക്ടർമാരല്ല സുഹൃത്തുക്കളെ. നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഈ ലോകത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, കോടതിയും വക്കീലും അല്ല നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ സ്വർഗം നിങ്ങളുടെ കാര്യം തീരുമാനിക്കും. പ്രിയ സുഹൃത്തുക്കളെ, അന്ന് ഞാൻ സൗഖ്യമായി. അന്ന് രാത്രിയിൽ കർത്താവ് എനിക്ക് എന്നൊരു വിഷനുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, എന്തിനാണ് ഞങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്നത്? ഇഷ്ടം പോലെ പാസ്റ്റർമാർ കേരളത്തിലുണ്ടല്ലോ, ഇഷ്ടം പോലെ സഭകളുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ എന്തിനാ കേരളത്തിൽ കൊണ്ടുവന്നത്? അന്ന് രാത്രി ലേശം പുറവുറപ്പോട് കൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. അന്ന് രാത്രി കർത്താവ് ഒരു വിഷം കാണിച്ചു, ഒരു ബിഗ് ബോർഡ് കാണിച്ചു. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോർഡ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ബോർഡ് ഞാൻ കണ്ടു. അതിനുശേഷം ആ ബോർഡ് കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്തിനാണ് എന്നെ ഈ ബോർഡ് കാണിച്ചത്? കർത്താവേ, എന്താണ് കർത്താവേ? ആരെങ്കിലും മരിക്കുകയാണോ? ഞാൻ എവിടെങ്കിലും പോണോ? കർത്താവേ, ഞാൻ ദൈവത്തോട് നിരന്തരമായി രാത്രി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ രാത്രി പ്രാർത്ഥിച്ച് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടത്. ഈ ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കേരളത്തിൽ കൊണ്ടുവന്നത്. നീ അതിന് റെഡിയാണോ? ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ, അതിന് മുമ്പ് ഞാൻ നിന്നെയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ, അവിടെ നിന്ന് എന്തു പറഞ്ഞാലും ഞാൻ റെഡിയാ കർത്താവേ. പക്ഷെ കർത്താവ് 2 കണ്ടീഷൻ വെച്ചു. ഒന്ന്, കർത്താവ് പറയുന്ന അനുസരിക്കണം. 2, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും നടക്കണമോ ദൈവം പറയുന്ന അനുസരിക്കണം. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ പോകരുത്. അങ്ങനാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവമക്കളെ, ഞങ്ങൾ അന്ന് മുതൽ 2017 ദൈവം തന്ന ആ ദർശനം അന്ന് ഞങ്ങളുടെ ശിരസ വഹിച്ചിട്ട് ദൈവം തന്ന ആ ബോർഡ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കാൻ കർത്താവ് പറഞ്ഞു. ഇന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ വീടിന്റെ മുകളിൽ ഈ ബോർഡ് സ്ഥാപിക്കണം. ദൈവമക്കളെ, ദൈവം പറഞ്ഞ കാര്യം ഞാൻ ആരോടും ചോദിച്ചില്ല, ആരോടും അഭിപ്രായം ചോദിച്ചില്ല. എൻ്റെ ഭാര്യയോടോ അപ്പച്ചനോടോ പപ്പായോടോ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞ അളവിനനുസരിച്ച് അതേപോലെ ബോർഡ് 3-ാം ദിവസം 7 മണിക്ക് കൊണ്ടത് വീടിന്റെ മേളിൽ സ്ഥാപിച്ചു. ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അന്ന് രാത്രി മരിക്കാൻ പോയൊരു കുടുംബം ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു. അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ വ്യാപരിച്ചിരുന്ന ആ സൂയിസൈഡ് സ്പിരിറ്റ് അവരെ വിട്ടുമാറി. പൂർണ്ണ സൗഖ്യം അവർ വ്യാപരിച്ചു. അവരെവിടെയാണ് ഞരങ്ങിക്കൊണ്ടിരുന്നത് ആ വിഷയത്തിന്മേൽ പിറ്റേ ദിവസം അവർക്ക് മറുപടി ലഭിച്ചു. ഗൾഫ് കൺട്രീസിൽ ജോലിയായിരുന്ന മനുഷ്യൻ, ജോലി നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു കിടന്ന മനുഷ്യനെ തിരിച്ച് കമ്പനിയിലേക്ക് തിരിച്ചു മടക്കി വിളിച്ച് അത്ഭുതം അവിടെ സംഭവിച്ചു. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. 2 കിഡ്നി ഫെയിലായ ഒരു മോളെ കൊണ്ട് അതിനുശേഷം ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം തകർന്ന്, അല്ലെങ്കിൽ ബാങ്കിന്റെ മാനേജറായിരുന്ന സഹോദരി അവിടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പടമായി മെന്റൽ പ്രോബ്ലത്തിലേക്ക് പോയെന്ന ഒരു പെൺകുട്ടിയും കൊണ്ട് കയറി വന്നു. ഇതെല്ലാം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഞാൻ ചോദിച്ചു, കർത്താവ്, ഈ ബോർഡുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? കർത്താവ് പറഞ്ഞു, ഞാൻ ഡെമോ കാണിക്കുകയാണ്. എൻ്റെ വാക്കനുസരിച്ചാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരികയാണ്. ഈ ബോർഡ് കേരളത്തിലെ എല്ലാ ഹൈവേയിലും ഇരിക്കണം, എല്ലാ MC റോഡിലും ഇരിക്കണം, ഓരോ ഡിസ്ട്രിക്റ്റിലും ഇരിക്കണം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ ബോർഡ് വെക്കാൻ ആരംഭിച്ചു.
ദൈവമക്കളെ വെക്കുന്നതിൻ്റെ അന്ന് മുതൽ വിളി തുടങ്ങും. ആൾക്കാർ ചാവാൻ പോകുന്നവരുടെ കോൾ. എല്ലാവരും വിളിച്ചിട്ട് ഞാൻ ചാവാൻ പോകുന്നൊന്നുമല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഇവരുടെ സ്റ്റേജുകൾ അറിയാം. ചില ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കും. ഞങ്ങൾ ചിന്തിക്കും, ഈ ചീത്ത വിളിച്ച ആളുടെ ഫോൺ അറ്റൻഡ് ചെയ്യണോ? ദൈവമക്കളെ, അവർ ലാസ്റ്റ് സ്റ്റേജാണ്. അവർ മരിക്കാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. ഞങ്ങൾ അവരുടെ ഫോൺ കട്ട് ചെയ്യത്തില്ല. അവർ ഫോൺ കട്ട് ചെയ്ത് പോകത്തുമില്ല. 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ അവരോട് സംസാരിച്ച് അവർ വാവിട്ട് നിലവിളിക്കും. അവർ കരയും. അവരുടെ അടുക്കലേക്ക് ഞങ്ങൾ ഓടിയെത്തിട്ട് പറയും, നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന ആ സൂയിസൈഡ് സ്പിരിറ്റിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യും. ഇന്നത്തെ കാലത്ത് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷൈനിയും 2 കുഞ്ഞുങ്ങളും ചിങ്ങവനത്ത് നിങ്ങൾ കണ്ടില്ലേ ആത്മഹത്യ ചെയ്തത്? ഡോക്ടർ റോയി ആത്മഹത്യ ചെയ്തില്ലേ? പലരും പറയുന്നത് ഞാൻ കേട്ടു, ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ വിധിയാണ്. പലരും പറയുന്നത് കേട്ടു, അയ്യോ ആ ഷൈനിയും കുഞ്ഞുങ്ങളും മരിക്കത്തില്ലായിരുന്നു, ആ സഹോദരിക്ക് സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു പ്രവണതയായിട്ട് നിങ്ങൾ തള്ളി മാറ്റണ്ട. ഇതൊരു സ്പിരിറ്റാണ്, ഇതൊരു ആത്മാവാണ്. അതിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഒരു വാക്കി പറയാം. ഞാൻ ചോദിക്കട്ടെ, കയ്യിലൊരു കൊതുക് കടിച്ച നമ്മൾ തല്ലിക്കൊല്ലത്തില്ലേ? പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഈ 120 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിന്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. ഒരു പട്ടി കടിക്കാൻ വന്ന ഓടുന്ന, കൊതു കടിച്ചാൽ തല്ലിക്കൊല്ലുന്ന ആ പ്രകൃതമുള്ള നമ്മൾ എങ്ങനെയാണ് ട്രെയിനിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നത്? അതിന്റെ അർത്ഥം അവരല്ല അവരെ നിർത്തിയിരിക്കുന്നത്, അവരെ ഭരിക്കുന്ന ഒരു പവറുണ്ട്. ആ പവർ അവരെ വിട്ട് മാറാൻ വേണ്ടി നമ്മൾ 3 മാസം കൗൺസിൽ ചെയ്താൽ മാറത്തില്ല. ആ പവർ അവരെ വിട്ടു മാറാൻ ഇവർക്ക് 10 ലക്ഷം രൂപ കൊടുത്താൽ മാറത്തില്ല. സ്നേഹിക്കുന്നൊരു ഭർത്താവ് വന്നാൽ മാറത്തില്ല. അതിനെന്ത് ചെയ്യണം? അവർ ദൈവസന്നിധി സറണ്ടർ ചെയ്ത് അവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എൻ്റെ മേൽ അവകാശമില്ലെന്ന് പറയുന്ന നിമിഷം ആ പവർ അവരെ വിട്ടുമാറും. അതിന് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ അത് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ല, ഇൻ കേസ് ഇനി നിങ്ങൾ 2-3 മാസം ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുത്ത് കൗൺസിൽ ചെയ്തെന്ന് വിചാരിച്ചോ, 3 മാസം കഴിയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യും. ഇനി രക്ഷിച്ചെന്ന് വിചാരിച്ചു, പാലിൽ കെട്ടിയാതെ ഒരാളെ നിങ്ങൾ കട്ട് ചെയ്ത് താഴെയിട്ടു, അയ്യോ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു. ഒരു കാര്യമില്ല. അടുത്ത ആഴ്ച ആ പുള്ളിക്കാരൻ എവിടെങ്കിലും ചാടിച്ചാവും. ബിക്കോസ് ഈ സ്പിരിറ്റിന്റെ അണ്ടറിലാണ് അവർ. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ഈ സ്പിരിറ്റിനോടാണ്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ മനസ്സിനകത്ത് ചിന്തയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സുഹൃത്തുക്കളെ, കൗൺസിലിംഗ് കാര്യമില്ല കേട്ടോ. ഡോക്ടർമാരുടെ ഒക്കെ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്കിതിന് വിടുതലുണ്ട്. നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കോട്ടെ, അതിന് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിനടുക്കലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ ഈ ബോർഡുകളിൽ കൂടി അനേകരെ ഞങ്ങളെ വിളിക്കാനിടയായി തീർന്നു. വലിയ വലിയ പ്രമുഖന്മാർ വരെ വിളിച്ചു. അനേകരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ 2700 പരം ഓപ്പൺ എയർ മീറ്റിംഗ്സ് ഞങ്ങൾക്ക് നടത്താൻ കർത്താവ് ഇടയാക്കി. കൗൺസിലിംഗ് പ്രോഗ്രാം കർത്താവ് ചെയ്യാൻ ദൈവം ഇടയാക്കി. ഞാൻ ദൈവനാമ മഹത്വത്തിൽ പറയട്ടെ, മോർ ദാൻ 10,000 ആൾക്കാരെ ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഈ 9 വർഷം കൊണ്ട് കർത്താവ് ഇടയാക്കി. എന്താ കാര്യം എന്നറിയാമോ? ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ കഴിവൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നം ദൈവത്തിനുണ്ട്. എന്നെക്കുറിച്ച് മാത്രമല്ല, പ്രിയ ഫിന്നി പാസ്റ്ററെ കുറിച്ച് മാത്രമല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ ആർക്കും വേണ്ട തള്ളപ്പെട്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ച് കരുതുന്നുണ്ടായിരിക്കാം. ഇല്ല സുഹൃത്തെ, ഒന്നും അസ്തമിച്ചിട്ടില്ല. നിങ്ങൾ അടച്ചിട്ട മുറിക്കകത്ത് വിഷം കലക്കുന്നതിന് മുമ്പേ, അടച്ചിട്ട മുറിക്കകത്ത് ഫാനിൽ കയറി കെട്ടുന്നതിന് മുമ്പേ ഒരു വാക്ക് മുട്ടുമടക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ തേടിയെത്തും. ഞാൻ എൻ്റെ വാക്കൊക്കെ ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും. തകർന്നു കിടന്ന എൻ്റെ കുടുംബത്തെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. എത്രയോ രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, അതിൽ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നിങ്ങളെ മാർവോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതെ പാസ്റ്റർ പറഞ്ഞപ്പം ഇതൊരു സ്പിരിറ്റ് ആണ്. ശരിക്കും സ്വാഭാവിക ബുദ്ധിയിലല്ലല്ലോ ആളുകൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് തോന്നിയാൽ പോലും, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പാസ്റ്റർ പറഞ്ഞു
ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. നമ്മൾ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അതിൽ ഒരാൾ മാത്രം ബാക്കിയായി, അദ്ദേഹത്തിന് മരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഓർത്ത് പുള്ളി രക്ഷപ്പെട്ടു കൊടുത്തു. പക്ഷേ ചില ദിവസങ്ങൾക്കകം കേൾക്കുന്ന വാർത്ത പുള്ളി ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത കേൾക്കുന്നത്. തന്നെയല്ല, ആ കുടുംബത്തിനകത്ത് പല ജനറേഷനിൽ ആത്മഹത്യകൾ, ഒരു തലമുറയല്ല, പല തലമുറയിൽ ആത്മഹത്യകളുടെ അനുഭവങ്ങൾ. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടതല്ലേ, ഒരു പെൺകുട്ടി പാലത്ത് നിന്ന് ചാടി രക്ഷപ്പെടുത്തിയല്ലോ. അത് കഴിഞ്ഞിട്ട് ആ സഹോദരി വീണ്ടും പോയി സൂസൈഡ് ചെയ്തു. അപ്പൊ രക്ഷപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഈ സ്പിരിറ്റ് അകത്ത് കിടക്കുകയല്ലേ. ചില കുടുംബങ്ങളിൽ ഇത് തലമുറയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമായിട്ട് ഇത് കൈമാറ്റപ്പെടും. അതെ. ഫസ്റ്റേ, ഈ 10,000 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ, 9 വർഷത്തിനകം 10,000. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇത് മാനേജ് ചെയ്യുന്നത്? ഈ കോളുകൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ പല രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. കോൾസ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ അവയർനെസ് പ്രോഗ്രാമിന് നമ്മുടെ വാഹനത്തിന് മുകളിൽ ഈ സെയിം ബോർഡ് നമ്മൾ സ്ഥാപിക്കും, 4 വശം കാണുന്ന രീതിയിൽ. ഇത് ട്രാഫിക് ഉള്ള ഏരിയയിൽ കൂടെയാണ് കൂടുതൽ നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു തിരുവല്ലായിൽ നിന്ന് കാസർഗോഡ് പോകുന്ന യാത്രയിൽ 10,000-കണക്കിന് ആൾക്കാരാണ് ഈ ബോർഡ് കാണുന്നത്. ഈ ബോർഡ് വെച്ചോണ്ടാണ് വണ്ടി യാത്ര ചെയ്യുന്നത് ഒരറ്റത്തേക്ക്. അപ്പൊ ഈ ട്രാഫിക്കിലൊക്കെ ആൾക്കാർ ഇത് കണ്ടിട്ട് ഫോട്ടോ എടുക്കും. അപ്പൊ നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്, പക്ഷെ നമുക്ക് കോള് വരുന്നത് ഈ തിരുവല്ല തൊട്ട് മൂവാറ്റുപുഴ, തൃശ്ശൂർ, ഇങ്ങനെ ഓരോ റോഡിൽ നിന്ന് ആൾക്കാർ കണ്ടിട്ട് നമ്മളെ ഫോട്ടോ എടുത്തിട്ട് വിളിക്കും. എൻ്റെ നമ്പറുണ്ട്. അപ്പൊ വിളിച്ചിട്ട് ചില ആൾക്കാർ കരഞ്ഞോണ്ട് കാര്യങ്ങൾ പറയും, ചില ആൾക്കാർ ചീത്ത വിളിക്കും. ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് സ്റ്റേജാണ് എന്ന് പറഞ്ഞാൽ അവർ സൂസൈഡ് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ അവരെ നമ്മുടെ ഫോൺ കട്ട് ചെയ്യത്തില്ല, അപ്പോൾ നമ്മൾ സംസാരിക്കും വീണ്ടും. അപ്പൊ അവരെല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ പോയി കാണും, ചിലർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റൊക്കെ മറക്കാനാവാത്ത അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് അറിയാം. ഒരു സംഭവം എന്നോട് പറഞ്ഞു. വ്യക്തികളുടെ പേരോ ഒന്നും നമ്മൾ തുറന്ന് പറയത്തില്ല, കാരണം അത് അവരുടെ പ്രൈവസിയെ ഹനിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കൗൺസിലിംഗ് സീക്രട്ട് അല്ലേ പാസ്റ്ററെ സംബന്ധിച്ച്. ഇതിന്റെ അകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു വിഷയം, ഓക്കെ, ഒരാൾക്ക് നമ്മൾ ട്രാക്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ബോർഡ് കണ്ടു, വാഹനത്തെ കണ്ടു, ഇതെല്ലാം നമുക്ക് സാധാരണ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം ഞാൻ പറയാം. ഒരു ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പാസ്റ്റേഴ്സ് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ട്രാക്ട് കൊടുക്കണ്ട. ഈ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആത്മഹത്യ അറിയുന്നൊരു ട്രാക്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ പിള്ളേർ ചുമ്മാ അങ്ങ് മേടിച്ചോണ്ട് കൊണ്ട് കളയും. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു കൊച്ചു കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഇത് സംഭവം ഇതിങ്ങനെ കുറെ പിള്ളേർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിള്ളേർക്കൊന്നും കൊടുക്കണ്ട, അവർ ചുമ്മാ കൊണ്ട് കളയത്തുള്ളൂ. പക്ഷെ എന്താണ്, കുറെ പിള്ളേർ പിടിച്ചോണ്ട് പോയി. ഞങ്ങളത് കാര്യമാക്കിയല്ല പോട്ടെ. പക്ഷെ വൈകിട്ട് 8:30 കോള് വന്നു. 8:30 കോള്. ആ കോളാണ് ഞാൻ എന്നെ ചലിപ്പിച്ചൊരു കോളാണ്. 8:30 വിളിച്ചൊരു സ്ത്രീയാണ് വിളിക്കുന്നത്. ആ സഹോദരി വിളിച്ചിട്ട് പറയാണ്, സാറേ നിങ്ങൾ ആരാണ്, എവിടാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ യൂണിഫോം കഴുകാനെടുത്തിയപ്പോൾ പോക്കറ്റിൽ എന്തോ ഒരു പേപ്പർ കിടക്കുന്നു, ഞാൻ എടുത്തു വായിച്ചപ്പോൾ ആത്മഹത്യ അരുതേ, അത് പാപമാണ്, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീ കയറുന്ന പോലെ കയറിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താ അങ്ങനെ സംഭവിക്കാൻ കാര്യം? പാസ്റ്റർ, എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുക, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച രീതിയിലാണ്, ഞാൻ ഈ കുഞ്ഞും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണോ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണ്ടായോ? ഒരു മോനേ ഉള്ളൂ, ഈ മോനെയും കൊണ്ട് പോകണോ, ഈ മോനെയും കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഹോദരി. അപ്പൊ ഈ സഹോദരി തീരുമാനിച്ചിരിക്കുന്ന ഒറ്റയ്ക്ക് മരിക്കണോ, ഈ പാവം കുഞ്ഞിനെ കൊണ്ട് അവനെ അനാഥമാക്കണോ? ഈ ഒരു കൺഫ്യൂഷൻ പുള്ളിക്കാരി മരിക്കാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്യിക്കുന്ന ആ സഹോദരടുക്കിലേക്കാണ് ദൈവം ഈ ട്രാക്ട് എത്തിച്ചത്. ദൈവത്തിന്റെ പദ്ധതി കണ്ടു. ദൈവം ആ സഹോദരിയെ പുറത്തു കൊണ്ടുവന്നു, ആ കുടുംബത്തെ കർത്താവ് മടക്കി കൊണ്ടുവന്നു. അപ്പൊ ദൈവം ഈ കൊച്ചിന്റെ കയ്യിൽ കൂടെയാണ് ഈ ട്രാക്ട് അവിടെ എത്തിയത്, അതും അവന്റെ സ്കൂൾ യൂണിഫോമിനകത്ത്. എൻ്റെ ലൈഫിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് ദൈവം ഒരു മനുഷ്യനെ കണക്ട് ചെയ്യുന്ന രീതി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്ത അനുഭവങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ദൈവം ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി വളരെ പ്ലാൻ ചെയ്ത് അവരുടെ അടുക്കലേക്ക് ഒന്നിലൊരു ട്രാക്ട് അല്ലെങ്കിൽ ഈ ബോർഡ് ഒന്ന് വായിക്കുന്നു. പാസ്റ്ററുടെ ആദ്യ അനുഭവം തന്നെ അങ്ങനെയാണ്. കാരണം പാസ്റ്ററോട് ദൈവം പറഞ്ഞു 3 ദിവസം വെക്കണം. പാസ്റ്റർ ബോർഡ് വെച്ച് ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിനകം തന്നെ ആളവിടെ എത്തി. അതും അവരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി
എല്ലാം റെഡിയാക്കി റെഡിയാക്കി വിഷം മേടിച്ച് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടക്കുന്ന വഴിക്കാണ് ഒരു പുതിയ ബോർഡ് ഇരിക്കുന്നത്. അതുവരെ കാണാത്ത ഇല്ലാത്ത ബോർഡ്. ദൈവത്തിന്റെ ടൈമിങ് ഇത് തന്നെയാണ്. ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. വെച്ചാൽ വഴിയിലൊക്കെ ഞങ്ങൾ പ്രോഗ്രാം നടത്തി പോയതിന് ശേഷം അടുത്ത ചായക്കടയിൽ കയറിയ ഒരു സഹോദരിയും മോനും കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഷ് ബേസിന്റെ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട്. ആ പേപ്പർ ആ സഹോദരി എടുത്തു. ആർക്കാണ്ടോ കിട്ടിയ ട്രാക്ട് ചുരുട്ടി വെച്ചിട്ട് പോയതാ. ഈ സഹോദരി എടുത്തിട്ട് ആ ഹോട്ടലിനെ പുറത്തു തന്നെ വിളിക്കുകയാണ്. ലഭിക്കേണ്ടവന്റെ കൈ കർത്താവ് എത്തിച്ചു. നോക്കിക്കോണേ, അവരുടെ വീട്ടിൽ തലേദിവസം ആത്മഹത്യ നടന്നു. തന്റെ ഭർത്താവ് കെട്ടിഞ്ഞാന്നു. പക്ഷെ പുറത്തു നിന്ന് ആൾക്കാർ കണ്ടതുകൊണ്ട് അവർ ഓടി വന്നിട്ട് കെട്ടഴിച്ച് താഴെ ഇട്ടു, രക്ഷപ്പെട്ടു. ആ ഒരു അവസ്ഥയിൽ ആ കുടുംബമായിരിക്കുന്ന സ്ഥലത്താണ് ഈ ട്രാക്ട് അവരെ കിട്ടുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിപാടി നമ്മൾ റെഡിയാണോ? ദൈവം കണക്ട് ചെയ്യിക്കേണ്ടവരെ കണക്ട് ചെയ്യിക്കും. പക്ഷെ നമ്മൾ ആൾക്കാർ റെഡിയല്ല ഫസ്റ്റ്. അതാ വിഷയം. നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ ആയിരിക്കണം, ഇങ്ങനൊക്കെ പോകണം, ഇങ്ങനെ നടക്കാവും. ഇതെല്ലാം അങ്ങോട്ട് മാറ്റണം. ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് പാസ്റ്റർ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത്, പാസ്റ്ററുടെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞത്, സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു ചിത്രം എന്താ? ഒരു പാസ്റ്റർ ആകുക, പിന്നെ ഇന്നതൊക്കെയാ സുവിശേഷ വേല. അത് ഒരു നമുക്ക് അതെ നമുക്കുണ്ട്, ബൈബിൾ സ്കൂളിൽ പോവുക. പക്ഷെ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അതിന്റെ 100 കണക്കിന് വഴികളുണ്ട്. അപ്പൊ പാസ്റ്റർ അതിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു വഴി. അത് പാസ്റ്റർ തിരഞ്ഞെടുത്തുന്നല്ല, ദൈവം ഏൽപ്പിച്ചു. രാത്രി ദർശനം കണ്ടാണ് ആ ഒരു ബോർഡൊക്കെ ഉണ്ടാക്കിയത്. പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു അനുഭവം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആത്മഹത്യാക്കുറിപ്പ് എഴുതി പോക്കറ്റിലിട്ടിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങി. അതൊരു പ്രമുഖ നേതാവിന്റെ മോനാണ്. പക്ഷെ അതൊന്നും പറയാം കേട്ടോ, ആ വ്യക്തികളുടെ പേരൊന്നും പറയണ്ട. പക്ഷെ അതൊരു പ്രമുഖ നേതാവിന്റെ മോൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളുടെ മോനാണ്. രാത്രി 12 മണിക്ക് അദ്ദേഹത്തിന്റെ കുടുംബം 7 വർഷമായിട്ട് തകർച്ചയിലാണ്, തകർന്ന് കിടക്കാണ്. ഒരു പ്രമുഖ നേതാവിന്റെ മോനാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ബോർഡ് ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് ആ ബോർഡ് ഇരിക്കുന്നുണ്ട്. ആ ബോർഡ് കണ്ടിട്ട് രാത്രി ഏകദേശം ഒരു 10:30-11 മണി സമയത്ത് എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ നിങ്ങൾ എവിടാണ് എന്ന് എനിക്കറിയത്തില്ല, ഈ ബോർഡിനകത്തുനിന്ന് നിങ്ങളുടെ നമ്പർ കിട്ടി, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എന്താ സാറേ വിഷയം? സാറേ ഞാൻ 12 ശേഷം സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. പുള്ളി പറഞ്ഞത് 12 മണിക്കും 1 മണിക്ക് ശേഷമാണ് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം. അതിനുവേണ്ടി യൂട്യൂബിൽ നോക്കിയിട്ട് എന്താണ് എളുപ്പ വഴിയെന്നും വേദനിക്കാതെ മരിക്കാനുള്ള പറഞ്ഞ കാര്യമാണ്. അത് മരിക്കാൻ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം അതാണെന്ന് പറഞ്ഞാണ് 12 മണി തൊട്ട് 1 മണി വരെ സമയമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ഏറ്റവും നല്ല വേദനിക്കാതെ, ഞാനത് പറയുന്നില്ല ഏത് വഴിയാന്നുള്ള കാര്യം, അതിനി വേറെ ആൾക്കാർ ഇത് ഫോളോ ചെയ്യണ്ട. അപ്പൊ ഏറ്റവും വേദനിക്കാതെ ലഭിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം അത് മരിക്കാൻ തീരുമാനിച്ച് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അദ്ദേഹം ചുമ്മാ അത് നടക്കുകയാണ്. വെറുതെ റോഡിൽ കൂടെ നടക്കുമ്പോഴാണ് ഈ ബോർഡ് അദ്ദേഹം കാണുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, പ്രിയ സാറേ, എനിക്ക് വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവവചനത്തിൽ നിയോഗമില്ല, അടിസ്ഥാനമില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ലോകത്തിലൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്ക പ്രതിഫലം ലഭിക്കുമെന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പം തീരുമാനിച്ചോണം എവിടെ കഴിയണം, ആരുടെ കൂടെ കഴിയണം എന്നുള്ള കാര്യം. അതിന് ശേഷം ഒരു മനുഷ്യനും ആർക്കും നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റത്തില്ല, വഞ്ചിക്കപ്പെടരുത്. അത് പറഞ്ഞ് അവിടെ ഞാൻ നിർത്തുകയാണ്. ഈ സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി അല്ല. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്നോട് പറയണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം, അതിന് അത്ഭുതം കർത്താവ് ചെയ്യും. അതൊക്കെ ചോദിച്ചു, എന്താ സാറേ, സാറിന് ഇത്ര ഉറപ്പ്, ഇങ്ങനെ പറയാൻ ഉറപ്പ് എന്തുവാ? എന്റെ വിഷയത്തിന്റെ ഭീകരത സാറിന് അറിയാം. ഞാൻ പറഞ്ഞു, എത്ര വലിയ ഭീകരമായ അവസ്ഥ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ വിഷയത്തിന് മറുപടി വരും. അപ്പൊ പുള്ളി എന്നോട് വീണ്ടും ചോദിച്ചു, സാറിന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ പറഞ്ഞു, ഞാൻ ഈ കർത്താവിന്റെ വേലക്ക് ഇറങ്ങിയപ്പോൾ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്തറിയാമോ? എടാ, നിന്റെ ഈ ഫോണിലേക്ക് നിന്റെ നേരെ ഒരുവൻ വരികയോ നിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവോ ചെയ്താൽ ഞാൻ അയച്ചിട്ട് വന്നതാണെന്നും അതിന്മേൽ എൻ്റെ അത്ഭുതത്തിന്റെ കരം നീട്ടുമെന്ന് നീ അറിഞ്ഞോണം. നീ അതിനെ സംസാരിച്ചാൽ മതി.
അപ്പൊ എനിക്ക് ദൈവം ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, എൻ്റെ ഫോണിൽ കോൾ വന്നാൽ അതിന് വിടുതലുണ്ട്. എൻ്റെ മുന്നിൽ വ്യക്തിയെ ദൈവം അയച്ചാൽ അതിന് ദൈവം സൗഖ്യം അയക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ സംസാരിച്ചു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യരുത്, നിങ്ങൾ വീട്ടിൽ പോകും. എന്നിട്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ എടുത്ത് കള ഇന്ന് രാത്രി മരിക്കരുത്, ദൈവം അത്ഭുതം ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, ആ മനുഷ്യൻ എൻ്റെ വാക്ക് കേട്ടിട്ട് തിരിച്ചുപോയി. ഒരു സംഗീതജ്ഞനാണ്, നിങ്ങൾ ഓർത്തോണം, അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം തിരിച്ചുപോയി. ആ റൂമിൽ ചെന്നതിന് ശേഷം അദ്ദേഹം ആ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഉറങ്ങുകയാണ്. നല്ല ഗാഠനിദ്രയായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഒരാളെ ഉറക്കം പോയി. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഒരു ദുസ്വപ്നം കണ്ടു. ഈ ദുസ്വപ്നം ഇതായിരുന്നു, അദ്ദേഹം ഛിന്ന ഭിന്നമായി കിടക്കുന്ന കണ്ടു. എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു ദുസ്വപ്നം കണ്ടിട്ട് ഈ ഭാര്യ ചാടി എഴുന്നേറ്റു. ഈ സഹോദരി ചാടി എഴുന്നിട്ട് അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയത്തെ ഒറ്റ രാത്രി ഒരു നിമിഷം കൊണ്ട് കർത്താവ് അടിച്ചുടച്ചു കളഞ്ഞു. ആലമറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ മോൻ എഴുന്നേറ്റ് അമ്മ എന്തിനാ കരയുന്നത്, എന്തിനാ അമ്മയെ കരയുന്നത്, നമ്മുടെ അച്ഛൻ പോയടാ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഉടൻ തന്നെ അവർ അപ്പൻ ഓടി വന്നു. എന്താ മോളെ നീ കരയുന്നത്? അപ്പാ ചേട്ടനെ വിളിച്ചു നോക്കിക്കേ, ചേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം എന്താ നിനക്ക് പറ്റിയ എന്തുവാ? എനിക്ക് പറ്റുന്നില്ല അപ്പാ, എനിക്ക് ചേട്ടനെ കാണാം, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അവർ കാര്യം ഉറപ്പിച്ചു, എന്തോ സംഭവിച്ചു. ഉടൻ തന്നെ അവർ അവിടെ നിന്ന് തിരിച്ച് വെളുപ്പാങ്കാലമായപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചിട്ടും തുറക്കാൻ താമസിച്ചു. അപ്പോൾ അവർ വീണ്ടും സംശയിച്ചു, എന്തോ സംഭവിച്ചു. നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ ബെല്ലടിച്ച് തുറന്നു വന്നപ്പോൾ ഈ ഭാര്യ സഹോദരി കെട്ടിപ്പിടിച്ച് കരയുക. എന്തിനാ ചേട്ടാ, ഞാൻ ഒത്തിരി തെറ്റ് ചേട്ടനോട് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കും ചേട്ടാ. ചേട്ടൻ എങ്ങനെ ആത്മഹത്യ തീരുമാനിച്ചു ചേട്ടാ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്താൽ തീരുമാനിച്ചിട്ടില്ല. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആത്മഹത്യ തീരുമാനിച്ചെന്ന്? നിന്റെ തെറ്റിദ്ധാരണയത്. അങ്ങനെ ഞാൻ ഒരിക്കലും തീരുമാനിക്കത്തില്ല. അല്ല ചേട്ടാ, എൻ്റെ മനസ്സിനകത്ത് തോന്നി, ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ മനസ്സ് തകർന്നു പോയെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോക്കറ്റിനകത്തൊരു പേപ്പർ തടഞ്ഞു. ജസ്റ്റ് ആ പേപ്പർ എടുത്ത് ആ സഹോദരി നോക്കിയപ്പോഴാണ് ആ സഹോദരിയുടെ മനസ്സ് തകർന്നു പോയി. ആ സഹോദരി യഥാർത്ഥമായി ഈ മനുഷ്യന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ആത്മഹത്യാ കുറിപ്പായിരുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതായത് ഡിവോഴ്സിന്റെ കേസ് നടക്കും. ഡിവോഴ്സിന് വേണ്ടി പേപ്പർ സൈൻ ചെയ്യാൻ വർഷങ്ങളായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്നു. ആ വേർപിരിഞ്ഞ് കഴിഞ്ഞ മനുഷ്യന്റെ മുന്നിൽ ഡിവോഴ്സിന്റെ പേപ്പർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. തലേ ദിവസം വന്നിരിക്കുന്നു. അതിന്റെ അകത്ത് സൈൻ ചെയ്യത്തില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്റെ മരണം അവൾ അറിയണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ഡിവോഴ്സിന്റെ പേപ്പർ കീറി അവസാനം അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. എത്രയോ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നത്. എത്രയോ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ കർത്താവ് പുറത്തുകൊണ്ട്. അങ്ങനെ കൊണ്ട് പറയാൻ പോയാൽ 10,000 കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. കുറിച്ചു വെക്കണം. കാരണം ഒത്തിരി അനുഭവങ്ങളുള്ളവരോട് കുറിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ അടുക്കി ഇരിപ്പുണ്ട്. അതെ, എനിക്കറിയാം പാസ്റ്ററുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച സൗഖ്യങ്ങള്, വിടുതലുകളൊക്കെ ഇനി ഒത്തിരി ഉണ്ടല്ലേ. ദൈവപ്രവൃത്തി ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ ചുരുക്കമായ സമയത്ത് എനിക്കൊന്ന് പാസ്റ്റർ ഒരു സെക്ഷനോട് കൊണ്ടുവന്നേ പറ്റത്തില്ല. എന്നാലും ഇന്ന് എനിക്ക് ഈ ബോംബെയിൽ വന്നിട്ട് നിങ്ങളോട് ചാരിക്കുവാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കി. ഈ ദേശത്ത് ഞാൻ ചിന്തിക്കുന്നു, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. തകർന്നിരിക്കുന്ന അനേകർ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ബോംബെ പട്ടണത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തണം. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്ക് പാസ്റ്ററുമായിട്ട് ഇനി ഒരു സെഷൻ, 1-2 സെഷൻ വരും. കാരണം പാസ്റ്റർക്ക് ഈ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിന്റെ ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ ഒരു 3-ാം തലമുറ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ ഉള്ള കുറേ കാര്യങ്ങൾ, കുറേ അനുഭവങ്ങൾ, കുറേ പരിഭവങ്ങൾ, കുറേ ആഗ്രഹങ്ങൾ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു പാസ്റ്റർ അതൊക്കെ പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ പ്രയർ തുടങ്ങാനുള്ള സമയം ഓടിയെത്തുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസികളൊക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നിടത്ത് തന്നെയാണ് നമ്മൾ അങ്ങ് ഇരുന്നത്. അതുകൊണ്ട് ഇനി നമുക്കൊരു സെക്ഷനോട് പിന്നീട് ഇരിക്കാം. തീർച്ചയായും എന്തെങ്കിലും അത്യാവശ്യം പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പാസ്റ്റർ ഒന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ഒറ്റ കാര്യമേ എല്ലാവരോടും പറയാനുള്ളൂ. ഈ കർത്താവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജീവിക്കണം. ഇരു മനസ്സോടാകരുത്. കർത്താവ് ഇരു മനസ്സുള്ളവരെ വെറുക്കുന്ന. നമ്മുടെ അകത്തുള്ളത് തന്നെ പുറത്തുകൊണ്ടാകണം. നിങ്ങളുടെ ഹോളിനകത്തുള്ള ആത്മീയം മാർക്കറ്റിലും ഉണ്ടാകണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊന്നും കോയിൻസിഡൻസ് അല്ല.
ആ ബോർഡ് വെച്ച് മണിക്കൂറിനകമായിട്ട് ആള് വരിക വരിക. ഇതെല്ലാം അതുപോലെ തന്നെ ആ കാലൊടിഞ്ഞ അനുഭവം എന്നെ അത് അത്ഭുതപ്പെടുത്തി പാസ്റ്ററെ. തല ചുറ്റിയിട്ട് നമ്മൾ ശരീരം വട്ടം കറങ്ങി കാല് ട്വിസ്റ്റ് ആവും. കാല് ട്വിസ്റ്റായിട്ട് കാലൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു ഇപ്പോഴും എന്റെ കാല് ടൈറ്റാനിയം പ്ലേറ്റ് കിടക്കുകയാണ്. എനിക്ക് മുട്ടുമടക്കാൻ കഴിയില്ല. പാസ്റ്റർ, ഈ കാലിന്റെ അകത്ത് എന്താ സംഭവിച്ചത്? കാല് ബലമില്ലാതായി പോയോ അതോ അല്ലല്ല, ഈ കാല് ട്വിസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മുട്ടിന്റെ അവിടെ വെച്ച് രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് കാല് തിരിഞ്ഞുപോയി. തിരിഞ്ഞുപോയി? അപ്പൊ ഞാൻ കാണുമ്പോൾ എന്റെ ഈ ഉപ്പൂറ്റിയുള്ള വശം ഫ്രണ്ടിലാണ്, ഫ്രണ്ടില്ല, കാല് വിരലുള്ള വശം പുറകോട്ട് പോയി. ബാക്കിലോട്ടിരിക്കും. ഇത് കണ്ടതെപ്പോഴാണ് ഞാൻ ബോധം കിട്ട് താഴെ വീണ് എനിക്ക് ബോധം തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. അപ്പോഴത്തേക്ക് പോലീസൊക്കെ ആംബുലൻസ് വന്ന് എന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പൊ അത് ശൂന്യമായി പോയി. നമുക്ക് ഇവിടുന്ന് ഒന്ന് ഇവിടെ ഈ എന്റെ ഈ മുട്ടൊക്കെ അവര് ഫിക്സിങ്, അവര് ഒരു സൈസ് സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുക ഈ മുട്ടിനോടൊക്കെ. അപ്പൊ എനിക്ക് നീൽ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല, മുട്ട് മടങ്ങാൻ പറ്റില്ല, മുട്ട് മടങ്ങത്തില്ല, ഇതിൽ കൂടുതൽ മുട്ട് മടങ്ങത്തില്ല. ഇതാണ് മടങ്ങത്തില്ല. അപ്പൊ നടക്കാൻ പറ്റാതെ വന്നത് ഈ ഒരു കാരണം കൊണ്ട്. നടക്കാൻ പറ്റുന്നത് ഇത് ജോയിന്റ് ആയില്ല. സാധാരണ 3 മാസം കൊണ്ട് ജോയിന്റ് ആകണം, ഇത് ജോയിന്റ് ആയില്ല, സ്പർശന ശക്തി ഇല്ലാതായി. അതാ ഞാൻ ചോദിച്ചത്. അതിപ്പോ നെർവൽ വിഷയം വന്നു കാണും, നെർവിന്റെ വിഷയം വന്നു. ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ കരം എന്നുവെച്ചാൽ അവർക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ് പോലും പറയുന്നത് അവരുടെ ലൈഫിൽ ഈ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ബിക്കോസ് എവരി ഫിക്സിംഗ് ഈസ് ഭയങ്കര ഫിക്സിംഗ് ആയിരുന്നു. എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോന്നു. കഴിഞ്ഞാൽ റാഷിദ് മെഡിക്കൽ കോളേജില് അവിടുത്തെ നേഴ്സുമാരോട് പറഞ്ഞറിയാമോ, സാമുവൽ നിങ്ങൾ ഭയങ്കര ലക്കിയാന്ന് പറയുന്നത്. ഇന്ത്യൻ ഡോക്ടർ വന്നിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇത് ഇന്ത്യൻ ഡോക്ടർക്ക് എന്താ പ്രത്യേകത? സാധാരണ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത് മറ്റു പല രാജ്യങ്ങളിലെ ഡോക്ടേഴ്സാണ്. അതൊക്കെ എങ്ങനെ ആയിത്തീരും നമുക്ക് പറയാൻ പോലും. പക്ഷെ എന്റെ ഓപ്പറേഷൻ ചെയ്തത് ഏകദേശം 25 വർഷക്കാലം റാഷീദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരുന്ന ഏറ്റവും സീനിയർ ഡോക്ടർ വന്നിട്ടാണ് എന്റെ കാലത്തേക്ക് ഓപ്പറേഷൻ ചെയ്തത്. ഏറ്റവും നല്ല ഫിക്സിംഗ് ആയിരുന്നു. എന്താ അറിയോ, ദൈവം അത് പ്രൂഫ് ചെയ്യുമായിരുന്നു. ഏറ്റവും വലിയ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ പോലും ഞാൻ നടത്തിയാലേ നീ നടക്കും. അല്ലെങ്കിൽ എന്താ സംഭവം അറിയാമോ, വല്ല ലെബനോനിയോ പലസ്തീനിയോ വല്ല ഓപ്പറേഷൻ ചെയ്താൽ അവർ ചിലപ്പോൾ അറിയത്തില്ല, അതുകൊണ്ട് ഫെയിൽ ആയതാണെന്ന് പറയാം. പക്ഷെ ഇതല്ല, ഏറ്റവും നല്ല ഡോക്ടർ ചെയ്തിട്ട് പോലും ദൈവം ഫെയിൽ ആക്കി. ദൈവം നമ്മളെ വചനം എടുപ്പിക്കാൻ വേണ്ടി നമ്മളെ മുന്നും പിന്നും അടച്ച് ഇതിന്റെ കയ്യേറ്റത്തിൽ ഭാരമാക്കി എന്ന് പറഞ്ഞ ഒരു അനുഭവ ജീവിതത്തിലുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അവിടുത്തെ അദൃശ്യമായ കരം ചലിക്കട്ടപ്പ. തകർന്നിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് നിരാശ മഞ്ഞുരുകുന്ന പോലെ ഉരുകിപ്പോകട്ടെ കർത്താവെ. അവർ വീട്ടിൽ വ്യാപരിക്കുന്ന ഡാർക്ക്നെസ് സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ഭയം മാറിപ്പോകട്ടെ കർത്താവെ. രോഗത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ കർത്താവെ. ഭയവും അല്ലെങ്കിൽ ആത്മഹത്യ ചിന്താഗതിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഞങ്ങളെ കേൾക്കുന്നവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ ഡിസ്ചാർജ് ആക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലെത്തിയവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കീമോ ഇല്ലാതെ, റേഡിയേഷൻ ഇല്ലാതെ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ സൗഖ്യമാകട്ടെ കർത്താവേ. പാപഭാരത്താൽ വലയുന്നവർ അവർ പാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ സ്നേഹത്തിൽ അവർ നിറയപ്പെടട്ടെ കർത്താവേ. കാൽവരി ക്രൂശിലെ സ്നേഹം അവർ കാണട്ടെ കർത്താവേ. ഈ ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു ഞങ്ങളോടൊപ്പം ഇത്രയും സമയങ്ങൾ വിനിയോഗിച്ചതിൽ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു.